രോഹിണി, ശബരിമല സന്നിധാനത്തേക്കുള്ള പ്രധാന കവാടമായ പമ്പയിലെ അവസ്ഥ എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. അവിടെ ഭക്തജന തിരക്ക് കുറവാണ്. ഇന്നലെ വൈകിട്ട് മുതൽ പമ്പയിൽ ഭക്തജന തിരക്ക് കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവധി ദിവസമായതിനാൽ ഉച്ചയോടുകൂടി തിരക്ക് കൂടാനാണ് സാധ്യത. പമ്പയിലും നിലയ്ക്കലിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് ADGP ശ്രീജിത്ത് IPS നേരത്തെ അറിയിച്ചിരുന്നു. കിരൺ കുമാർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കിരൺ, ഇപ്പോഴവിടെ തിരക്കൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവധി ദിനമായതുകൊണ്ട് ഉച്ചയോടുകൂടി വലിയൊരു തിരക്ക് അവിടേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ദേവിക, ഏതായാലും ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പമ്പയിൽ തിരക്കിന് വലിയൊരു ശമനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ട ഒരു തിരക്ക് ഏതായാലും ഇന്നലെ വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ കാണാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും ഈ ദർശന സമയം വർദ്ധിപ്പിച്ചത്, ഒപ്പം തന്നെ പരമാവധി അയ്യപ്പന്മാരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയൊരു തിരക്ക് തന്നെയാണ് പരമാവധി ഈ പമ്പയിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഏതായാലും വെർച്വൽ ക്യൂവിന്റെ ബുക്കിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ ആ വെർച്വൽ ക്യൂ പരിശോധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പമ്പയിലാണ് ഇതിന്റെ പരിശോധന നടക്കുന്നത്. ഈ സ്ഥലത്തൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പോൾ കൗണ്ടറുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും ഇത് തിരക്ക് കുറവാണ് എന്നുള്ളൊരു ഇതിലേക്ക് വിലയിരുത്താൻ കഴിയില്ല. കാര്യം ഇന്നലെ മാത്രം അല്ലെങ്കിൽ ഇന്നലെയുള്ള ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സന്നിധാനത്ത് 70,000-ഓളം പേരാണ് ഒരു ദിവസം ദർശനം നടത്തുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ പമ്പ വഴി തന്നെയാണ് കൂടുതൽ പേരും കടന്നു പോകുന്നത്. എന്നിരുന്നാൽ പോലും പമ്പയിൽ പരമാവധി ഒരു തിരക്ക് കുറക്കാനായിട്ട് വേണ്ടിയുള്ളൊരു പരിശ്രമം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. നേരത്തെ തന്നെ ഈ പമ്പയിൽ പരമാവധി തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിരുന്നു. കൂടാതെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പമ്പയിലും നിലയ്ക്കലിലും പരമാവധി പോലീസുകാരെ വിന്യസിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ADGP അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം തുടങ്ങുന്നതിന് തൊട്ടു മുന്നത്തെ ദിവസം DGP തന്നെ നേരിട്ടെത്തി പമ്പയിലെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതാണ്. പമ്പയിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ ഒരു ക്രമീകരണം പമ്പയിൽ പോലീസിന് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വലിയൊരു ഭക്തജന തിരക്കില്ലാതെ തന്നെ പമ്പയിലെ കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ സുഗമമാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഒരു കാര്യം, ഇന്ന് അവധി ദിവസമാണ്. അവധി ദിവസമായതിനാൽ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ തിരക്ക് കൂടാനായിട്ടുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഈ വൃശ്ചിക മാസത്തിലെ ആദ്യ അവധി ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അവധി ദിവസത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയ്യപ്പന്മാരുടെ തിരക്ക് കൂടുതലായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാരെത്തുന്നത് ഈ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ തന്നെയാണ് കൂടുതലുമായിട്ട് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസത്തെ ഇന്ന് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ തന്നെ ഒരുപക്ഷെ തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത. ശരി, അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ വലിയ തിരക്ക് ഇല്ല എങ്കിൽ പോലും അവധി ദിവസമായതുകൊണ്ട് ഉച്ചയോടുകൂടി വലിയൊരു തിരക്ക് അവിടേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും.